നമ്മളിപ്പോൾ ഒരു ക്രിസ്മസ് സീസണിലേക്ക് കിടക്കുകയാണ്. പ്രൈസ് ഗോഡ്. എത്ര പേർ ക്രിസ്മസ് ആഘോഷിക്കാറുണ്ട് ഇവിടെ? വളരെ കുറച്ച് പേരാണോ? എത്ര പേർ ക്രിസ്മസ് എന്നുള്ള ഒരു ആ സീസൺ ആഘോഷിക്കുന്നവർ? വളരെ കുറച്ച് പേരാണുള്ളത്. അതിന് വിശ്വാസികളുടെ ഇടയിൽ എപ്പോഴും ഇങ്ങനൊരു ചോദ്യമുണ്ട്: ക്രിസ്മസ് ആഘോഷിക്കാൻ പാടുമോ ഇല്ലയോ? സ്തോത്രം. എന്നാൽ നമ്മൾ തിരിച്ചറിയേണ്ടത് ക്രിസ്മസ് കർത്താവിൻ്റെ ജനനത്തെ വിളിച്ചറിയിക്കുന്ന ഒരു സമയമാണ്. ഈ ചോദ്യം വരാൻ കാരണം കൃത്യമായ തീയതി ആർക്കും അറിയില്ല എന്നതുകൊണ്ടാണ്. സ്തോത്രം. കൃത്യമായി യേശു ജനിച്ചത് ഈ ഡിസംബർ 25-നാണോ അല്ലയോ എന്ന ഉറപ്പ് ഇല്ലാത്തത് കൊണ്ടാണ് ഈ ചോദ്യം തന്നെ വരുന്നത്. എന്നാൽ നമ്മൾ അത് വേറൊരു ദിവസമാണെന്നും ഉറപ്പില്ലാത്തത് കൊണ്ട് നമ്മൾ ആ ക്രിസ്മസ് ആഘോഷിക്കുന്നു. കാരണം അത് ദൈവത്തിൻ്റെ ആ രക്ഷകന്റെ വരവിനെ വിളിച്ചറിയിക്കുന്ന ഒരു സന്ദർഭമാണ്. പ്രൈസ് ഗോഡ്. ദൈവം ഒരു രക്ഷകനെ ഭൂമിയിലേക്ക് അയച്ചു എന്ന് നമുക്ക് പല കാര്യങ്ങൾ കൊണ്ട് വിളിച്ച് പറയാവുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. എന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ലോകം ആഘോഷിക്കുന്നത് പോലെ നമുക്ക് ആഘോഷിക്കാൻ പറ്റില്ല. നേരത്തെ ജോണങ്കിൾ പറഞ്ഞു, ഇത് കഴിഞ്ഞ് വേഗം പോയി ജോണങ്കിള് മീനും ഇതുവരെ എത്തിയുള്ളൂ, പിന്നെയും പല ആഘോഷങ്ങളുണ്ട്. അതുപോലെ ഒന്നും നമുക്ക് ആഘോഷിക്കാൻ പാടില്ല. ദൈവത്തിൻ്റെ ആ ജനനം വിശുദ്ധിയോടെ ഒരു പക്ഷേ ഒരു നക്ഷത്രം ഇടുന്നു. അതിലൊന്നും ഞാൻ ഇതുവരെ തെറ്റും കണ്ടിട്ടില്ല. വചനത്തിലുള്ളതാണ് നക്ഷത്രം. ഇനി സമയം വേറെയാണോ അല്ലയോ, നമ്മൾ ഒരു സമയം നിശ്ചയിച്ച സമയത്ത് നമ്മളും അതിനോട് ചേർന്ന് അത് ഒരു അനുഗ്രഹത്തിന് വേണ്ടി നക്ഷത്രം ഇടുന്നതോ അല്ലെങ്കിൽ ചെറിയ സെലിബ്രേഷൻ ചെയ്യുന്നതോ പാട്ടുപാടി കർത്താവിനെ. കാരണം എന്താ? ദൂതന്മാർ ഇറങ്ങി വന്ന് ആരാധിച്ച സമയമാണ്. ലോകത്തിനുണ്ടാകാൻ പോകുന്ന ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു എന്ന് ദൂതന്മാർ വിളിച്ചു പറഞ്ഞ സമയമാണ്. ഇതൊരു മഹാസന്തോഷത്തിന്റെ സമയമാണ്. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ കൈകൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചു. യെസ്, ഗ്ലോറി ടു ഗോഡ്. അവനെ ആരാധിക്കുന്നതിൽ സന്തോഷം, അവനെ മഹത്വപ്പെടുത്തുന്നതിൽ സന്തോഷം, അവന്റെ ജനനം ഒരു സന്തോഷം. അവനെ ദൂതന്മാർ സ്തുതിക്കുന്നതിനോട് കൂടെ സ്തുതിക്കുന്നത് ഒരു സന്തോഷം. ഹല്ലേലൂയ. അപ്പോൾ ഈ സമയം കർത്താവിൽ സന്തോഷിക്കുവാൻ കുറച്ച് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. നമ്മുടെ ജ്ഞാനികൾ വന്നിട്ട് ഗിഫ്റ്റ് കൊടുക്കുകയാണ് ചെയ്തത്. സ്തോത്രം. അപ്പോൾ നമ്മൾ അതുപോലെ, എന്നാൽ വിഗ്രഹങ്ങൾ വെക്കുന്ന തരം ആചാരങ്ങൾ, വിഗ്രഹങ്ങൾ വെച്ച് ഉള്ള ആചാരങ്ങൾ പാടില്ല. തെറ്റായ രീതിയിൽ ലോകത്തിൻ്റെ, നമുക്കറിയാലോ വചനം, വചനത്തിന് എതിരായുള്ള ആചാരങ്ങൾ പാടില്ല. എന്നാൽ കർത്താവിൻ്റെ വരവിനെ വിളിച്ചറിയിക്കുന്ന ഒരു ദിവസം. പ്രൈസ് ഗോഡ്. സന്തോഷമുള്ള കൈ ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാം. ഇന്നത്തെ മെസ്സേജ് അതിന് വേണ്ടി ഒരു പ്രിപ്പറേഷൻ മെസ്സേജാണ്. ആർ യു റെഡി ടു റിസീവ് എ ക്രിസ്മസ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ മലയാളത്തിലാണെങ്കിൽ ക്രിസ്മസ് സന്ദേശം സ്വീകരിക്കുവാൻ നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ? ക്രിസ്മസ് സന്ദേശം സ്വീകരിക്കാൻ നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ? ഇതാണ് ഇന്നത്തെ ഒരു ടോപ്പിക്. ശ്രദ്ധിച്ചോ? സ്വീകരിക്കാൻ, കേൾക്കുവാനല്ല. there is something to receive. നമ്മൾ സ്വീകരിക്കേണ്ട ചിലത് ഈ ക്രിസ്മസ് സന്ദേശത്തിൽ ഉണ്ട്. അതിന് നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ? നോക്ക്, നമ്മൾ പ്രധാനമായിട്ടും ഇന്ന് ധ്യാനിക്കാൻ പോകുന്നത് 3 പേർ ആദ്യ ക്രിസ്മസ് സന്ദേശം ശ്രവിച്ചതിനെ കുറിച്ചാണ്. 3 വിവിധ വ്യക്തികൾ ഫസ്റ്റ് ക്രിസ്മസ് മെസ്സേജ് കേട്ടു. ആ ക്രിസ്മസിനോടനുബന്ധിച്ച ചില കാര്യങ്ങൾ കേട്ടു. ഈ 3 വ്യക്തികളെ നമ്മൾ നോക്കും. അവർ എങ്ങനെയുള്ളവരായിരുന്നു എന്ന് നമ്മൾ കാണും. അവർ ക്രിസ്മസ് മെസ്സേജ് കേൾക്കുവാൻ ഒരു പ്രത്യേക ഹൃദയം അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് അവരെ തിരഞ്ഞെടുത്തത്. ആ ഹൃദയത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് നമ്മൾ കാണും. നമ്മളിലും ഇത് കേൾക്കുമ്പോൾ തന്നെ അതുപോലെ ഒരു ഹൃദയം കർത്താവ് ഉളവാക്കും.
ഉളവാക്കിയാലുള്ള ഗുണം എന്താണെന്നറിയോ? നമ്മളും ഒരു ക്രിസ്മസ് മെസ്സേജ് കേൾക്കും. നമ്മളും ദൈവത്തിൽ നിന്ന് രക്ഷകന്റെ വരവിനെ കുറിച്ച് കേൾക്കും. പ്രത്യേകം ഈ സമയം, ഈ ഒരു പുതിയ വർഷത്തിലേക്ക് കിടക്കുന്ന സമയം, നമ്മളെല്ലാം ദൈവത്തിൽ നിന്ന് കേൾക്കുവാൻ ദാഹത്തോടെ ഇരിക്കേണ്ട സമയമാണ്. ദൈവം ഓരോ വർഷത്തിനും പ്രാധാന്യം കൽപ്പിക്കുന്ന ദൈവമാണ്. സമയങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. അപ്പോൾ ഒരു വർഷം തീരുമ്പോൾ ഈ വർഷത്തിന് നന്ദി പറയുക മാത്രമല്ല, അടുത്ത വർഷത്തിൽ ഞാൻ ചെയ്യേണ്ട പദ്ധതികൾ എന്ത് എന്ന് കർത്താവിനോട് ചോദിക്കേണ്ട സമയമാണ്. എൻ്റെ ഭവനത്തെക്കുറിച്ചുള്ള പദ്ധതികൾ എന്ത് ചോദിക്കേണ്ട സമയമാണ്. സഭയെക്കുറിച്ചുള്ള പദ്ധതികൾ അടുത്ത വർഷം എന്താണ് കർത്താവെ ധ്യാനിക്കേണ്ട സമയമാണ്. പ്രൈസ് ഗോഡ്. അതുപോലെ ഒരു ക്രിസ്മസ് സന്ദേശം കേൾക്കാൻ ഏത് തരം ഹൃദയമുള്ളവരെയാണ് കർത്താവ് സംസാരിക്കുന്നത്? നമ്മളത് ആദ്യം നമ്മൾ കേൾക്കാൻ പോകുന്നത് മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള വചനങ്ങളാണ്. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ ജനനം ഇവണ്ണമായിരുന്നു. അവൻ്റെ അമ്മയായ മറിയ യോസേഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുൻപേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു. അവളുടെ ഭർത്താവായി യോസേഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സില്ലായക കൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു. ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിൻ്റെ മകനായ യോസേഫേ, നിന്റെ ഭാര്യയായ മറിയയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുക കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞു. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും എന്ന കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത് നിവൃത്തിയാകുവാൻ ഇതൊക്കെയും സംഭവിച്ചു. യോസേഫ് ഉറക്കമുണർന്നു കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു. ഭാര്യയെ ചേർത്തുകൊണ്ടു. മകനെ പ്രസവിക്കും വരെ അവൻ അവളെ പരിഗ്രഹിച്ചില്ല. മകന് അവൻ യേശു എന്ന പേർ വിളിച്ചു. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, സ്തോത്രം. ഇവിടെ 19-ാം വചനം വായിക്കാം. അവളുടെ ഭർത്താവായ യോസഫ് നീതിമാനായിരുന്നത് കൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് ആഗ്രഹമില്ലാതിരുന്നത് കൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിക്കുവാൻ അവൻ തീരുമാനിച്ചു. പ്രൈസ് ഗോഡ്, സ്തോത്രം. ജോസഫിനോട് ദൈവം ആദ്യത്തെ ഫസ്റ്റ് ക്രിസ്മസ് മെസ്സേജ് സംസാരിക്കുന്നതാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. ക്രിസ്മസിൻ്റെ ആ ഒരു സന്ദേശം ജോസഫ് ശ്രവിക്കുകയാണ്. അപ്പോൾ ആ ശ്രവിക്കുന്നതിന് തൊട്ട് മുൻപ് ജോസഫിൻ്റെ അവസ്ഥ എന്താണെന്ന് ഒന്ന് ധ്യാനിച്ചു നോക്കാം. ജോസഫും മറിയയുമായുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുക. അന്ന് യഹൂദന്മാരുടെ ഇടയിൽ ഇന്നും വിവാഹ നിശ്ചയം നടക്കുന്നത് ആ ബ്രൈഡും ഗ്രൂമും, വരനും വധുവിൻ്റെയും പിതാവും മാതാവും, അവരുടെ പാരൻസ് ആണ് വിവാഹ നിശ്ചയ ഉടമ്പടി ഒപ്പിടുന്നത്. അതൊരു വിവാഹം പോലെ തന്നെ അവർക്ക് പ്രാധാന്യമുള്ളതാണ്. കാരണം രണ്ട് കുടുംബങ്ങൾ ഒന്നിക്കുന്നു. കുടുംബത്തിലെ ആ വരൻ്റെ മാതാപിതാക്കൾ വന്നു, വധുവിൻ്റെ മാതാപിതാക്കൾ വന്നു, കുറേ ബന്ധുക്കൾ വന്നു. അവരൊരു ഉടമ്പടി ഒപ്പിടുകയാണ്. യഹൂദനെ സംബന്ധിച്ചിടത്തോളം ഉടമ്പടി എന്ന് പറഞ്ഞാൽ അവർക്ക് മാറുവാൻ സാധ്യമല്ല. കാരണം ദൈവം ഉടമ്പടികളുടെ ദൈവമാണ്. വ്യക്തികളുമായ ഉടമ്പടികൾക്ക് അത്രമേൽ പ്രാധാന്യമുള്ളത് കൊണ്ട് അവർ ഒരു ഉടമ്പടി വിവാഹ നിശ്ചയത്തിൽ ചെയ്താൽ അതിൽ നിന്ന് മാറണമെങ്കിൽ ഡൈവോഴ്സ് ചെയ്യണം. ഇന്നത്തെ മാരേജിനെ പോലെ തന്നെ ഡൈവോഴ്സ് ചെയ്ത് അത് ലീഗലി സെപ്പറേറ്റ് ചെയ്യാതെ വിവാഹ നിശ്ചയത്തിൽ നിന്ന് മാറുക സാധ്യമല്ല. അതുപോലെയുള്ള ഒരു ഉടമ്പടി ചെയ്ത് ഇരിക്കുന്ന സമയം യോസഫ് അറിയുകയാണ്, താൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന തൻ്റെ ഭാര്യയാകാൻ പോകുന്ന മറിയ ഗർഭിണിയായിരിക്കുന്നു. ഹല്ലേലൂയ. ആ
ജോസഫിൻ്റെ മനസ്സിലുണ്ടാകുന്ന വേദന നമ്മൾ ഒരു നിമിഷം ഒന്ന് ധ്യാനിച്ചാൽ മനസ്സിലാകും. എത്രത്തോളം കൺഫ്യൂസ്ഡ് ആണ്, എത്രത്തോളം മനോഭാരമാണ്. നാട്ടുകാരൊക്കെ അറിഞ്ഞ് ചെയ്ത ഒരു വിവാഹ നിശ്ചയം, അവരുടെ പാരൻസ് ഉടമ്പടി ചെയ്ത ഒരു വിവാഹം, അത് ഇതുപോലെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞതിലുള്ള വേദനയാൽ ഹൃദയം നുറുങ്ങി ജോസഫ് ഇരിക്കുക. അവിടെ വചനം പറയുക, ജോസഫ് നീതിമാനായതുകൊണ്ട് മറിയയ്ക്കും കുടുംബത്തിനും അപമാനം വരുത്തുവാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് ആരും അറിയാതെ ഉപേക്ഷിച്ച് മാറി നിൽക്കുവാൻ ജോസഫ് തീരുമാനിച്ചു. ഈ സാഹചര്യം നമ്മളുടെയൊക്കെ ജീവിതത്തിലായിരുന്നെങ്കിൽ എങ്ങനെ ആയിരിക്കുമെന്നൊന്ന് ആലോചിക്കാം. വിവാഹത്തിൽ നിന്ന് മാറുമ്പോൾ അത് വലിയ വിഷയം, എല്ലാവരും കുറ്റം പറയും. നീ ഒരു ഉടമ്പടി ലംഘിച്ചു, നീ ആയിട്ട് വേണ്ടെന്ന് വെച്ചു, ഇത് നമ്മളുടെ ആചാരത്തിനെതിരാണ്, ഇത് നമ്മളുടെ സമ്പ്രദായത്തിനെതിരാണ്, നീ ഒരു ദുഷിച്ച മനുഷ്യനാണ് എന്ന പഴി ജോസഫ് കേൾക്കേണ്ടി വരും. എന്നിട്ടും സ്വയം നീതീകരിക്കാതെ നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മളാണെങ്കിൽ ഇതേ ഇങ്ങനെ ഒരു കാര്യമുണ്ട് എന്ന് പാരൻസിനെ അറിയിക്കും. അതുകൊണ്ടാണ് ഞാൻ മാറുന്നത്. കാരണം എന്താ? നമ്മൾ പഴി കേൾക്കുവാൻ ആഗ്രഹിക്കില്ല. എന്നെ ജനം കുറ്റപ്പെടുത്തുന്നത്, വ്യക്തികൾ കുറ്റപ്പെടുത്തുന്നത്, ദുഷിച്ച് സംസാരിക്കുന്നത് കേൾക്കുവാൻ നമ്മൾക്ക് ഇഷ്ടമല്ല. ജോസഫിന്റെ ഹൃദയം നോക്ക്, ഒരു അപവാദം പോലും ആ മേരിയുടെ കുടുംബത്തിന് ഉണ്ടാകരുത്. ജോസഫിന് അറിയില്ല ഇത് പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായതാണോ എന്ന് അറിയില്ല. എന്നിട്ടും ജോസഫ് ചിന്തിക്കുകയാ, അവർക്ക് ഒരു അപവാദം വരരുത്, എൻ്റെ വായിൽ നിന്ന് ഒരു കുറ്റപ്പെടുത്തുന്ന വാക്ക് പുറത്തു വരരുത്. ചിലതെല്ലാം നമ്മൾ അറിയാഞ്ഞ കാര്യങ്ങൾ കുറ്റപ്പെടുത്തി സംസാരിക്കുക. ഇവിടെ സത്യം എന്തെന്ന് അറിയില്ല, ഇത് ഈ പരിശുദ്ധാത്മാവിലാണെന്ന് അറിയില്ല, ഇതുപോലെ ഒരു അപവാദം സ്വയം ഏറ്റെടുക്കുക. എന്നിട്ടും കുറ്റപ്പെടുത്താൻ ഒരു വാക്ക് പറയാത്ത ഒരു മനുഷ്യൻ, അവർക്ക് ഒരു അപവാദവും ഉണ്ടാകല്ലേ എന്ന് ചിന്തിക്കുന്ന ഒരുവൻ. ഞാൻ പഴി കേട്ടാലും കുഴപ്പമില്ല, ഞാൻ ദുഷിപ്പ് കേട്ടാലും കുഴപ്പമില്ല, ആ കുടുംബത്തിനോ ആ വീട്ടുകാർക്കോ മറിയയ്ക്കോ ഒരു അപവാദവും ഇല്ല, വരരുത് എന്ന് ചിന്തിക്കുന്ന ഒരുവൻ. ആ ഒരു ഹൃദയം മനസ്സിലായെങ്കിലേ ഹൃദയത്തിന്റെ നുറുക്കം എന്തെന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഇത് ഹൃദയം നുറുങ്ങുന്ന അവസ്ഥയാ. ഇതിലൂടെ കടന്നു പോയെങ്കിൽ മാത്രമേ ഈ ഹൃദയം നുറുങ്ങുക എന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. തൻ്റേതല്ലാത്ത കാരണം കൊണ്ട് താൻ ദുഷിപ്പ് കേൾക്കേണ്ടി വരും എന്ന് അറിഞ്ഞിട്ടും അതിനായി നിന്നുകൊടുക്കുന്ന ഒരവസ്ഥ, താൻ ചെയ്യാത്ത കുറ്റത്തിന് താൻ പഴി കേൾക്കേണ്ടി വരുമെന്ന് അറിഞ്ഞിട്ടും മിണ്ടാതെ അത് സഹിക്കുന്ന ഒരു ഹൃദയം, ഈ ഹൃദയത്തെയാണ് നുറുക്കമുള്ള ഹൃദയം എന്ന് പറയുന്നത്. ആ നുറുങ്ങിയ ഹൃദയത്തിന് കർത്താവ് സമീപസ്ഥൻ എന്ന് വചനം പറയുന്നു. ഹല്ലേലൂയ. അവൻ വേദനയോടെ കിടക്കുകയാണ്, അവന്റെ ഹൃദയം നുറുക്കത്തില്ല. കർത്താവേ, അവർക്കൊരു അപവാദം വരാതെ ഇതിൽ നിന്ന് ഞാനങ്ങ് മാറിയേക്കാം എന്ന ചിന്തയിൽ ഇരിക്കുമ്പോഴാ ജോസഫ് ദൈവസ്വരം ശ്രവിക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ഇതുപോലെ ഒരു ഹൃദയം നമുക്കുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായും പറയാം, നമ്മൾ ഒരുപക്ഷെ ചിന്തിക്കും, എനിക്ക് ചിലർ പറയുന്നത് കേൾക്കാം, എനിക്ക് അങ്ങ് ഉള്ള കാര്യം പറയാതിരിക്കാൻ പറ്റില്ല, ഞാൻ ഉള്ളത് വിളിച്ചു പറയും. നോ, ഉള്ളത് മുഴുവൻ വിളിച്ചു പറയാനല്ല നിന്നെ വിളിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് വേദനയാ. ആണ്, നിന്റെ ഹൃദയം നുറുങ്ങേണ്ട ആവശ്യമുണ്ട്. മറ്റുള്ളവരെ പഴിക്ക് ഞാൻ ഉള്ളതല്ലേ പറയുന്നത്, ആണ്, പക്ഷെ അത് മറ്റുള്ളവർക്ക് വേദനയാ. മറ്റുള്ളവരെ നീ ഒരു വല്ലാത്ത ഒരു ദുഷിപ്പിലേക്ക് കൊണ്ടുവരിക, അവരെ കുറ്റം പറയുക, അതിൽ നിന്ന് നീ മാറി നിൽക്കുമെങ്കിൽ, നിന്റെ ഹൃദയം നീ നുറുക്കുവാൻ വിട്ടുകൊടുക്കുമെങ്കിൽ, നിന്റെ ഹൃദയത്തിൽ ആ വേദന നീ സഹിക്കുവാൻ തയ്യാറാണെങ്കിൽ, അവിടെയാണ് കർത്താവിന്റെ ബലം വെളിപ്പെടുന്നത്, അവിടെയാണ് കർത്താവിന്റെ ശക്തി വെളിപ്പെടുന്നത്, അവിടെയാണ് ദൈവം ഇറങ്ങി വന്ന് നിന്നോട് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. ജോസഫ് അത് കേട്ടു. പ്രൈസ് ഗോഡ്. അവിടെ ഒരു വാക്ക് നമ്മൾ വായിക്കുമ്പോൾ കാണാം,
ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിൻ്റെ മകനായ യോസഫേ. ആദ്യം തന്നെ ദൂതൻ പറഞ്ഞത്, ഞാനിത് വായിച്ചപ്പോൾ നോക്ക്, ഒരു കുത്തോ ഒരു കോമയോ ബൈബിളിൽ ഉണ്ടെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ദാവീദിൻ്റെ മകനായ യോസഫേ എന്നാണ് ദൂതൻ ആദ്യം വിളിച്ചത്. ഞാനിത് ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങൾ എൻ്റെ ഉള്ളത്തിൽ കൊണ്ടുവന്നു. ദാവീദിന്റെ മകനായ യോസഫ്. ദാവീദിനെ ഒന്ന് നോക്കാം. ദാവീദാണ് ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥൻ എന്ന് എഴുതി വെച്ചത്. സങ്കീർത്തനം 34-ാം സങ്കീർത്തനത്തിൽ 18-ാം വചനം വായിക്കാമോ? ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സു തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. സ്തോത്രം. ദാവീദാണ് ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ എന്ന് എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ നുറുക്കമുള്ള ഹൃദയമുള്ള ജോസഫിനോട് ദൈവം സംസാരിച്ചു. ദാവീദിന്റെ മകനെ എന്ന് വിളിച്ചു. അപ്പോൾ ദാവീദിന്റെ ചില സ്വഭാവം ജോസഫിൽ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. ഈ സങ്കീർത്തനം 34-ാം സങ്കീർത്തനം ദാവീദ് എഴുതിയത് എപ്പോഴാണെന്ന് ആദ്യം നമുക്ക് 34-ാം സങ്കീർത്തനത്തിന്റെ 6 വചനങ്ങൾ വായിക്കാം. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിൽ ഉണ്ടായിരിക്കും. അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിൽ ഉണ്ടായിരിക്കും. എൻ്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു, എളിയവർ അത് കേട്ട് സന്തോഷിക്കും. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവിൻ. നാം ഒന്നിച്ച് അവൻ്റെ നാമത്തെ ഉയർത്തുക. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി. എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. അവനെങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. ഇതാണ് ദാവീദ് പറഞ്ഞത്. ഞാൻ വിളിച്ചു, യഹോവ കേട്ടു, എൻ്റെ നാവിൽ എപ്പോഴും അവനോടുള്ള സ്തുതിയുണ്ട്. സ്തോത്രം. എപ്പോഴും നമുക്ക് ചേർന്ന് അവനെ മഹത്വപ്പെടുത്താം. ഞാൻ കർത്താവിൽ പ്രശംസിക്കും, എളിയവർ അത് കേട്ട് സന്തോഷിക്കും. ദാവീദ് പറയുക, ഞാൻ കർത്താവിനെ പ്രശംസിക്കും, അപ്പോൾ എളിയവർ താഴ്മയുള്ളവർ അത് കേട്ട് സന്തോഷിക്കും. സ്തോത്രം. പിന്നെ തുടർന്ന് പറയുക, ഞാൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. പിന്നെ പറയുന്നു, ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി, എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു എന്ന് ദാവീദ് പറയുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ, ആക്കീഷ് രാജാവിൻ്റെ അടുത്തിൽ നിന്ന് ഓടിപ്പോകുമ്പോൾ പറയുന്ന സങ്കീർത്തനമായത്. അബീമേലെക്ക് പുരോഹിതൻ്റെ അടുത്ത് വന്ന് കാഴ്ചയപ്പം ഭക്ഷിച്ച്, നിങ്ങൾക്കിത് പെട്ടെന്നൊന്ന് വായിക്കാം. 1 ശമൂവേൽ 21-ാം അധ്യായം 10 മുതലുള്ള വചനങ്ങൾ വേഗം വായിക്കുകയാണ്. പിന്നെ ദാവീദ് പുറപ്പെട്ട് അന്ന് തന്നെ ശൗലിന്റെ നിമിത്തം ഗത്ത് രാജാവായ ആക്കീശിന്റെ അടുക്കൽ ഓടിച്ചെന്നു. എന്നാൽ ആക്കീശിന്റെ ഭൃത്യന്മാർ അവനോട്, ഇവൻ ദേശത്തിലെ രാജാവായ ദാവീദ് അല്ലയോ? ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 എന്ന് അവർ നൃത്തങ്ങളിൽ ഗാനപ്രതിഗാനം ചെയ്തത് ഇവനെ കുറിച്ചല്ലയോ എന്ന് പറഞ്ഞു. ദാവീദ് ഈ വാക്കുകളെ മനസ്സിലാക്കിയിട്ട് ഗത്ത് രാജാവായ ആക്കീശിനെ ഏറ്റവും ഭയപ്പെട്ടു. അവരുടെ മുമ്പാകെ തൻ്റെ പ്രകൃതി മാറ്റി അവരുടെ കൈകളിലിരിക്കെ ബുദ്ധിഭ്രമം നടിച്ച് വാതിലിൻ്റെ കതകുകളിൽ വരച്ച് താടിമേൽ തുപ്പൽ ഒലിപ്പിച്ചുകൊണ്ടിരുന്നു. ആകീശ് തൻ്റെ ഭൃത്യന്മാരോട്, ഈ മനുഷ്യൻ ഭ്രാന്തൻ എന്ന് നിങ്ങൾ കാണുന്നില്ലയോ? അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവന്നത് എന്തിനോ? പ്രൈസ് ഗോഡ്. നോക്ക്, ദാവീദ് ഗോലിയാത്തിനെ കൊന്നു. അതിനുശേഷം ചില യുദ്ധങ്ങളിൽ ഒരു സേനയെ നയിച്ചു. അവിടെയെല്ലാം ദാവീദിന് ജയം കിട്ടിയപ്പോൾ ഈ ഗാനം അവിടുത്തെ ജനങ്ങൾ പാടി. ആ ഗാനത്തിൻ്റെ ഒരു വരിയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000. ഇത് കേട്ടപ്പോൾ ശൗലിന് അസൂയ വന്ന് ദാവീദിനെ കൊല്ലുവാനായി തീരുമാനിച്ചു. നേരിട്ട് കുന്തമെറിഞ്ഞ് കൊല്ലുവാൻ നോക്കി, അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. പടയാളികളെ വിട്ട് ദാവീദിനെ കൊല്ലുവാൻ
ആജ്ഞ കൊടുത്തിരിക്കുക. ആ ദേശം മുഴുവൻ ദാവീദിന് വേണ്ടി തിരയുക. ദാവീദ് മലയിടുക്കുകളിൽ താമസിക്കുക, ഭക്ഷണം കഴിക്കാൻ പോലും വകയില്ലാതെ, ഒരു ഭക്ഷണം ലഭിക്കാതെ ഓരോ സ്ഥലത്തും മാറി മാറി ഒളിച്ചു താമസിക്കുക. അപ്പോൾ കാഴ്ചയപ്പം പുരോഹിതന്മാർ കൊടുത്തത് ഭക്ഷിച്ച് ഈ ആഖേഷ് രാജാവിന്റെ അടുക്കൽ വന്നു പെട്ടു. അവിടെ ചെന്നപ്പോൾ പടയാളികൾ ദാവീദിനെ തിരിച്ചറിഞ്ഞു. ഇത് ശൗൽ 1000 കൊന്നു, ദാവീദ് 10,000 കൊന്നു എന്ന് പറഞ്ഞ ദാവീദ് അല്ലേ എന്ന് പറഞ്ഞപ്പോൾ ദാവീദ് വീണ്ടും ഭയപ്പെട്ടു. കാരണം എല്ലായിടത്തും പടയാളികൾ തെരഞ്ഞു നടക്കുകയാണ്. ദാവീദിനെ കണ്ടാൽ കൊന്നുകളയണം, ഇതാ കൽപ്പന. ജീവന് വേണ്ടി ഓടുകയാണ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക്. പ്രാണവേദനയിലായിരിക്കുന്നത്. എന്നിട്ടും ശൗലിനെതിരെ ദാവീദ് ഒന്നും പറയുന്നില്ല. ശൗൽ അനീതി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. ഒരു കാരണമില്ലാതെ ദാവീദിനെ ഉപദ്രവിച്ച് കൊല്ലുവാൻ നോക്കിക്കൊണ്ടിരിക്കുക. ദാവീദിന് പല സ്ഥലങ്ങളിലേക്ക് ഓടിപ്പോകേണ്ട സാഹചര്യം വരിക. ആ സാഹചര്യം വന്നപ്പോൾ ഇവിടെ വെച്ചും ഈ പടയാളികൾ തിരിച്ചറിഞ്ഞപ്പോൾ ദാവീദ് ചെയ്തത് ഒരു ഭ്രാന്തനെ പോലെ അഭിനയിച്ചു. ഈ വാതിലുമൊക്കെ ഓരോന്ന് കോറി വരച്ചു, ബുദ്ധി സ്ഥിരതയില്ലാത്തവനെ പോലെ. തുപ്പൽ വായിൽ നിന്ന് ഒലിപ്പിച്ചു. ബുദ്ധിഭ്രമം ബാധിച്ചവനെ പോലെ അഭിനയിക്കുക. എന്തിനാ? ഈ ആഖേഷ് രാജാവ് പറഞ്ഞു, ഈ ഭ്രാന്തനായുള്ളവനെ എന്തിന് എൻ്റെ അടുക്കൽ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ വിട്ടുകളഞ്ഞു. അവിടെ നിന്ന് ഈ ബുദ്ധിഭ്രമം അഭിനയിച്ച് അവിടെ നിന്ന് പോകുന്ന വഴിക്ക് പാടിയ സങ്കീർത്തനമാണ് 34-ാം സങ്കീർത്തനം. ഹല്ലേലൂയ. തിരിച്ച് 34-ാം സങ്കീർത്തനത്തിലേക്ക് വരാം. ഇനി ആ വചനങ്ങളൊന്ന് വായിക്കാം. നോക്ക്, ദാവീദ് പറയുക, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. നോക്ക്, ജീവൻ പോകുമോ എന്നറിയില്ല, അടുത്ത സ്ഥലത്ത് പടയാളികൾ കൊന്നുകളയുമോ എന്നറിയില്ല. ശൗൽ രാജാവ് അനേകം പടയാളികളെ നിയോഗിച്ചിരിക്കുക. ഇവനൊരു വാസസ്ഥലമില്ല, വീടില്ല, കിടക്കുവാനൊരു സ്ഥലമില്ല, പ്രാണൻ ഏത് നിമിഷവും പോകാം. ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഇത് ചെയ്യുന്നവനെ കുറ്റം പറയാതെ, ഇതിന് ഇടയാക്കിയവനെ പഴിക്കാതെ, ഒരു പിറുപിറുപ്പുമില്ലാതെ ദാവീദ് പറയുക, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിൽ ഉണ്ടായിരിക്കും. എൻ്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു, എളിയവർ അത് കേട്ട് സന്തോഷിക്കും. എന്നോട് ചേർന്ന് യഹോവയെ മഹത്വപ്പെടുത്തുവിൻ, നാം ഒന്നിച്ച് അവന്റെ നാമത്തെ ഉയർത്തുക. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി, എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ അത് കേട്ടു. എൻ്റെ സകല കഷ്ടതകളിൽ നിന്നും അവൻ എന്നെ രക്ഷിച്ചു. ഇതെല്ലാം രക്ഷിച്ചു കഴിഞ്ഞിട്ടല്ല ദാവീദ് ഇത് പറഞ്ഞത്. അല്ലെങ്കിൽ അവൻ ഒരു സുരക്ഷിതനാവുന്നതിന് മുൻപ് ദാവീദ് വിളിച്ചു പറയുക, സകല കഷ്ടതകളിൽ നിന്നും അവൻ എന്നെ രക്ഷിച്ചു. എൻ്റെ പ്രാർത്ഥന അവൻ കേട്ടു. നമ്മളെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്ക്. നിസ്സാരമായ വിഷയങ്ങൾ വരുമ്പോൾ പോലും പിറുപിറുത്ത്, ഇത് സഹിക്കാൻ പറ്റില്ല, ദൈവത്തെ പഴിച്ച് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ്, ഇവിടെ ജീവൻ വരെ വേദനയിലായിരിക്കുന്ന സമയത്ത് ദാവീദ് പറയുക, അവൻ എൻ്റെ പ്രാർത്ഥന കേട്ടു, അവൻ എന്നെ വിടുവിച്ചു, അവന്റെ നാമത്തെ ഞാൻ എപ്പോഴും ഉയർത്തും, അവന്റെ സ്തുതികൾ എൻ്റെ നാവിൽ എപ്പോഴും ഉണ്ടായിരിക്കും. അത് കണ്ട് മറ്റുള്ളവർ യഹോവയെ മഹത്വപ്പെടുത്തും. ഹല്ലേലൂയ. അതിന്റെ 18-ാം വചനത്തിൽ വരുമ്പോൾ, ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥൻ. വേദനയുണ്ട്, ദാവീദിന് നല്ല വേദനയുണ്ട്. താൻ വിശ്വസിച്ച ശൗൽ രാജാവ് എന്നെ ആക്രമിക്കുന്നു, എന്നെ ഉപദ്രവിക്കുന്നു, എൻ്റെ മരണം കാണാൻ ആഗ്രഹിക്കുന്നു, ഞാൻ ചേർത്ത് വെച്ച പടയാളികൾ എൻ്റെ ജീവൻ എടുക്കുവാൻ വേണ്ടി ചുറ്റും കൂടിയിരിക്കുന്നു. വേദനയിൽ നിന്നുകൊണ്ട് ദാവീദ് പറയുക, അവൻ എൻ്റെ പ്രാർത്ഥന കേട്ടു, ഞാൻ അവനെ സ്തുതിക്കും. ഇതിനെയാണ് ഹൃദയം നുറുങ്ങുക എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ദാവീദിന്റെ മകനായ യോസഫേ എന്ന് ദൂതൻ വിളിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുക. ദാവീദ് അവിടെ പറയുന്നത് കേട്ടാൽ എത്ര മനോഹരമാ.
പാട്ടുകാരൻ അതൊരു പാട്ടാക്കിയിട്ടുണ്ട്. അവിടെ പറയാ, അവനെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിച്ചു പോയില്ല. ഈ വേദനയിലും ദാവീദ് അത് പറയുക. അങ്ങനെ ഒരു ഹൃദയം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ക്രിസ്മസ് സന്ദേശം നമ്മൾ കേൾക്കും. ദൈവത്തിൽ നിന്ന് അത് നേരിട്ട് നീ ശ്രവിക്കും. ഹല്ലേലൂയ. ഹൃദയം നുറുങ്ങിയവർക്ക്, മറ്റുള്ളവരുടെ മേൽ അപവാദം പറയാത്തവർക്ക്, മറ്റുള്ളവരെ കുറ്റം പറയാത്തവർക്ക്, ദൈവനീതിയെ തിരിച്ചറിയുന്നവർക്ക്, വേദനയിലും കർത്താവിനെ സ്തുതിക്കുന്നവർക്ക്, ഹല്ലേലൂയ, ഹൃദയം നുറുങ്ങിയ സമയത്തും അവനെ ആരാധിക്കുന്നവർക്ക്, ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്, അവൻ എന്നെ വിടുവിച്ചു എന്ന് പറയുന്നവർക്ക്, സന്തോഷമില്ല, ഉള്ളത്തിൽ ഹൃദയം നുറുങ്ങിയിരിക്കുക, എന്നാലും പറയുക അവൻ എന്നെ വിടുവിച്ചു, കർത്താവിൽ ഞാൻ സന്തോഷിക്കും എന്ന് പറയുമ്പോൾ സന്തോഷം അനുഭവിക്കുന്നവർക്ക് കർത്താവിൻ്റെ സ്വരം കേൾക്കുവാൻ കഴിയും. പ്രൈസ് ഗോഡ്. കർത്താവ് നമുക്കെല്ലാം അതുപോലെ ഒരു ഹൃദയം ഇപ്പോൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നല്ല ഹൃദയം, മറ്റുള്ളവരെ വേദനിപ്പിക്കാത്ത ഹൃദയം, മറ്റുള്ളവരുടെ മേൽ ഒരു കുറ്റം പറയാത്ത ഹൃദയം, മറ്റുള്ളവരുടെ അനുഗ്രഹിക്കുന്ന ഹൃദയം, നുറുക്കത്തിലും വേദനയിലും കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ഹൃദയം. ഹല്ലേലൂയ. അങ്ങനെയുള്ളവർ കർത്താവിൽ നിന്ന് ഒരു സന്ദേശം കേൾക്കും. അതുകൊണ്ട് ദൈവത്തിന് ഒരു മുഖപക്ഷവുമില്ല. ജോസഫിനെ തെരഞ്ഞെടുത്തതിൻ്റെ കാരണം ഇതാ. നമ്മൾ അങ്ങനെയാണെങ്കിൽ നമ്മളെയും കർത്താവ് തിരഞ്ഞെടുക്കും. പ്രൈസ് ഗോഡ്. സ്തോത്രം. താങ്ക് യു ലോർഡ്. ജോസഫ് എത്രയോ വേദനകളിലൂടെ കടന്നുപോയി. ബെത്ലഹേമിലേക്ക് പോകേണ്ടി വന്നു. അത് ഈജിപ്തിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നു. എത്രയോ വേദനകളിലൂടെ അതിലെല്ലാം അവൻ കർത്താവിനെ മഹത്വപ്പെടുത്തി. പ്രൈസ് ഗോഡ്. സ്തോത്രം. സ്തോത്രം. മാത്രമല്ല, ജോസഫിനെ ദൈവം ഉപയോഗിച്ചത് യേശു എന്ന് പേർ വിളിക്കണമെന്ന് ജോസഫിനോടാ പറഞ്ഞത്. നമ്മൾ ഇത്രയും പേർ ഈ 2023 വർഷമായി യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്ന ആ യേശു എന്ന പേര് അത് ഇട്ടത് ജോസഫാണ്. തലമുറകൾക്ക് അനുഗ്രഹമായി ജോസഫിനെ അവിടെ നിർത്തി. യേശുവിനെ നോക്കുവാൻ, വളർത്തുവാൻ ജോസഫിനെ ഏൽപ്പിച്ചു. സ്തോത്രം. യേശു എന്ന പേരിൻ്റെ അർത്ഥം കർത്താവ് രക്ഷയാകുന്നു. ലോർഡ് ഈസ് സാൽവേഷൻ. രക്ഷ എന്നാണ്. കർത്താവ് രക്ഷയാകുന്നു. നമ്മൾ യേശുവേ എന്ന് വിളിക്കുമ്പോൾ അവിടെ പറയുക കർത്താവിൻ്റെ രക്ഷ പ്രഖ്യാപിക്കുക. കർത്താവ് എന്നെ പാപങ്ങളിൽ നിന്ന് വിടുവിച്ചു എന്ന് പറയുക. പ്രൈസ് ഗോഡ്. അതിനെല്ലാം യോസഫിനെ ദൈവം ഉപയോഗിച്ചു.